നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. മാനസികാരോഗ്യം തകരാറിലായാൽ ചെയ്യേണ്ടത് എന്തെല്ലാം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് ആണ്. വിദഗ്ധ സൈക്കാട്രിസ്റ്റ് ആണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ മനപ്രയാസവും ടെൻഷനും ഒക്കെ എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണല്ലോ. എന്നാൽ എപ്പോഴാണ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം തകരാറിലാകുന്നത്? അയാൾ ഒരു രോഗാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഡോക്ടർ? പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന സാധാരണ വികാരങ്ങൾ, ഉത്കണ്ഠ, വിഷാദം, അതുപോലെ നമ്മുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ രോഗം എന്നെങ്ങനെ പറയാനായിട്ട് സാധിക്കും? ആ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി അതിലേക്ക് നമുക്ക് വരാം. അതായത് രണ്ട് തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ നമുക്ക് ഒരു മനുഷ്യന് അനുഭവപ്പെടുന്ന വികാരങ്ങൾ ഒരു പരിധി ലംഘിച്ച് ഒരു വ്യക്തിക്ക് കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും അയാളുടെ പ്രവർത്തനം തന്നെ സാധ്യമല്ലാതാകുകയും ചെയ്യുന്ന ലഘു മനോരോഗങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഉത്കണ്ഠ തകരാറുകൾ, വിഷാദം, സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ഈ മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾ നോർമലായിട്ട് തന്നെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അധികരിച്ച് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു, ഒരു ഫങ്ഷണൽ ഇമ്പയർമെൻ്റ് ഉണ്ടാകാതെ വരുന്ന അങ്ങനെ തരത്തിലുള്ള മൂന്ന് തകരാറുകളാണ് ആങ്സൈറ്റി ഡിസോർഡറുകൾ, ഉത്കണ്ഠ തകരാറുകൾ, വിഷാദം തകരാറുകൾ, ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, സമ്മർദ്ദജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. പക്ഷേ ഇതാണ് ഭൂരിപക്ഷം ആൾക്കാരിലും നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ. എന്നാൽ അല്പം എണ്ണത്തിൽ കുറവാണെങ്കിലും ഗൗരവതരമായിട്ടുള്ള മാനസിക രോഗങ്ങളുണ്ട്. അതിനാണ് പൊതുവേ നമ്മൾ സൈക്കോസിസ് അഥവാ എന്ന് പറയുന്ന ഗൗരവതരത്തിലുള്ള പ്രശ്നങ്ങൾ. ആ രോഗങ്ങളുടെ ഉദാഹരണങ്ങളാണ് സ്കിസോഫ്രീനിയ, ഡെലൂഷണൽ ഡിസോർഡർ, അല്ലെ മേനിയ എന്നൊക്കെ പറയുന്ന ഉന്മാദാവസ്ഥകൾ, സൈക്കോസിസിൻ്റെ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ. ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്, ഒരു സാധാരണ അനുഭവങ്ങളല്ല. ഒരു വ്യക്തിക്ക് യാഥാർത്ഥ്യത്തിൽ നിന്നും വിട്ടുപോകുന്നു. അയാളുടെ ചിന്തകളും അയാളുടെ അനുഭവങ്ങളും അയാളുടെ പ്രവൃത്തികളുമൊക്കെ ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആവുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മതിഭ്രമങ്ങളെയാണ് നമ്മൾ സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മാനസിക രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണെങ്കിലും അതിൽ ചികിത്സ, ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടത് സൈക്കോസിസ് വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾക്കാണ്. ഈ വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ ഒരു പ്രധാന ചിന്താവിഷയം അതാണ്. പെട്ടെന്ന് അടിയന്തര ഘട്ടങ്ങളിൽ ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിന് ചികിത്സ വേണ്ടി വരുമ്പോൾ അതെങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തിലേക്ക്, ശാസ്ത്രീയമായ ചികിത്സാ സംവിധാനത്തിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് ഈ വർഷത്തെ ലോക വേൾഡ് ഫെഡറേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്തിൻ്റെ ആഹ്വാനപ്രകാരം നടക്കുന്ന ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ ഒരു മുഖ്യ സന്ദേശം. ശരി ഡോക്ടർ, മറ്റൊരു സംശയം, ഈ സ്ട്രെസ്സും ടെൻഷനുമുള്ള ആധുനിക ജീവിതശൈലിയല്ലേ മനോരോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾക്ക് കാരണം? അതോ അബോധ മനസ്സിലെ സംഘർഷങ്ങളാണോ? നമുക്കറിയാം, ഈ നമ്മുടെ മനുഷ്യ രാശിയുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ രീതിയിലുള്ള ഒരു സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രാചീന മനുഷ്യൻ, ഗുഹാമനുഷ്യൻ അല്ലെങ്കിൽ കാനനവാസിയായിരുന്ന ഒരു മനുഷ്യർക്ക് അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തെപ്പറ്റി അല്ലെ അവരുടെ സർവൈവലിനെ പറ്റി, അവരുടെ നിലനിൽപ്പിനെ പറ്റി ഉണ്ടാക്കുന്ന ആശങ്കകൾ ആയിരുന്നു അല്ലെ അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ സമ്മർദ്ദത്തിൻ്റെ രീതി വ്യത്യാസമാണ്. ആ സമ്മർദ്ദത്തിൻ്റെ രീതി പ്രാചീനമായ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അപകടസ്ഥിതി വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഓടി രക്ഷപ്പെടാം. അതിന് നമ്മൾ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. അല്ലെങ്കിൽ പൊരുതി തോൽപ്പിക്കാം, അതിനെ നമ്മൾ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ ഒരു ഫൈറ്റോ ഫ്ലൈറ്റോ, പൊരുതി നേടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക, ഇങ്ങനെയുള്ള അതിജീവന മാർഗങ്ങളാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലെ, തലച്ചോറിലെ അടിസ്ഥാനപരമായിട്ട് ഉള്ള ഒരു പ്രോഗ്രാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തൊഴിലിടങ്ങളിലാകട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിലാകട്ടെ, പൊരുതി തോൽപ്പിക്കാനോ ഓടി രക്ഷപ്പെടാനോ പറ്റാത്ത രീതിയിൽ ഉള്ള സംഘർഷ മേഖലകളാണ് തൊഴിലിടങ്ങളും നമ്മുടെ അയൽവക്കങ്ങളും നമ്മുടെ പഠനവും ജോലിസ്ഥലവും കുടുംബജീവിതവും എല്ലാം തന്നെ.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്ട്രെസ്സ് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലെ രസതന്ത്രത്തെ മാറ്റിമറിക്കുകയും അതുകൊണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലഘു മനോരോഗങ്ങൾ, ഉത്കണ്ഠാരോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ, സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഇതിനൊരു പ്രധാന പ്രേരക ഘടകമായി മാറുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഈ സ്ട്രെസ്സും സമ്മർദ്ദവും വരുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ തകരാറുകൾ വരുന്നില്ല. അവിടെയാണ് ഒരു വ്യക്തിയുടേതായ സവിശേഷതകൾ, ആ വ്യക്തിയുടെ റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥ ആ വ്യക്തിയെ പലപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കോപ്പിംഗ് മെക്കാനിസംസ്, അതിജീവന മാർഗ്ഗങ്ങൾ ആരോഗ്യകരമായ രീതി ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ സമ്മർദ്ദജന്യ രോഗങ്ങളും ഉത്കണ്ഠാരോഗങ്ങളും വിഷാദ രോഗങ്ങളും കൂടുന്നു എന്നുള്ള ഒരു വസ്തുതയുടെ പിന്നിലുള്ള ഒരു കാരണം ഇതാണ്. എന്നാൽ ഇതിനെപ്പറ്റി പല സങ്കല്പങ്ങളും ഉണ്ട്. അതിലൊരു പ്രധാന ചരിത്ര പ്രാധാന്യമുള്ളൊരു സങ്കല്പമാണ് അബോധ മനസ്സിലെ സംഘർഷങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെയുള്ള മനോവിശകലന വിദഗ്ധന്മാർ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന ഒരു തിയറിയാണ് അബോധ മനസ്സിലെ സംഘർഷങ്ങളാണ് മനുഷ്യനെ മാനസിക രോഗങ്ങളുണ്ടാക്കുന്നത്. അത് കൂടുതലും സെക്ഷുവലായിട്ടുള്ള ലൈംഗിക ചോദന അടിച്ചമർത്തപ്പെടുമ്പോൾ, അല്ലെ അവൻ്റെ അക്രമവാസന, അഗ്രഷൻ അടിച്ചമർത്തപ്പെടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തകരാറുകൾ എന്നുള്ളതാണ്. പക്ഷെ അതിനെ നമുക്ക് ഇന്നത്തെ ഒരു അറിവുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ നമ്മൾ ന്യൂറോ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, മസ്തിഷ്ക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഈ അബോധ മനസ്സിലെ സംഘർഷങ്ങളാണ് മാനസിക രോഗങ്ങൾക്ക് കാരണം എന്നുള്ളത് ചരിത്രപരമായി പ്രാധാന്യമുള്ള ചില കേസുകളിലൊക്കെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പൊതുവേ ആ ഒരു തിയറിക്ക് ഇന്ന് സ്വീകാര്യത കുറവാണ്. ഇന്ന് നമ്മൾ കൂടുതലും ന്യൂറോ സയൻസിനെയും ബിഹേവിയർ സയൻസിനെയും കോഗ്നിറ്റീവ് സയൻസിനെയും ഒക്കെ ആസ്പദമാക്കി കുറച്ചുകൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള സങ്കല്പങ്ങളും സിദ്ധാന്തങ്ങളും ചികിത്സാരീതികളുമാണ് ഇന്ന് നമുക്ക് നിലവിലുള്ളത്. ഡോക്ടർ, മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ തകരാറുകൾ എന്താണ് ഏറ്റവും നല്ല ചികിത്സാ സമീപനം? ആരെയാണ് ഇതിന് പരിഹാരത്തിനായി കാണേണ്ടത്? സൈക്യാട്രിസ്റ്റിനെ സമീപിക്കാമോ? ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചോയ്സാണിത്. ഒരാൾക്കൊരു മെൻ്റൽ ഡിസോർഡർ ഉണ്ടാകുമ്പോൾ എങ്ങനെയുള്ളൊരു ചികിത്സയാണ് വേണ്ടതെന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ വിദ്യാസമ്പന്നരെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ തന്നെ ലോകത്തിലെല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ആൾക്കാർ മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പം ഒരു ചികിത്സ തേടുന്നത് അവരുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ചികിത്സകളാണ്. മതവിശ്വാസം പ്രാർത്ഥനയോ ഒക്കെ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിന് ഒരു പരിധിവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ്, സംശയമൊന്നുമില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള മെൻ്റൽ ഡിസോർഡറുകൾ വരുമ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സ്കിസോഫ്രനിയയോ സംശയരോഗമോ ബൈപ്പോളാർ ഡിസോർഡറുകളോ ഒക്കെ പോലുള്ള വ്യക്തമായിട്ടും തലച്ചോറിൻ്റെ പ്രവർത്തനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ധാരാളുകൾ വരുമ്പോൾ അതിന് ശാസ്ത്രീയമായ ഒരു ചികിത്സ തന്നെയാണ് തേടേണ്ടത്. അപ്പോൾ കേരളത്തിൽ തന്നെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഏതാണ്ട് 80% ആൾക്കാർ ഫെയ്ത്ത് ഹീലിംഗ്, അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ തേടി വളരെയധികം സമയവും ഒക്കെ നഷ്ടപ്പെടുത്തി പല ചൂഷണങ്ങൾക്കും വിധേയമായിട്ടാണ് ശാസ്ത്രീയമായ ചികിത്സയിലേക്ക് പലരും എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൗരവമായിട്ടുള്ള മെൻ്റൽ ഡിസോർഡറുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വൈദ്യശാസ്ത്ര ബിരുദത്തിന് ശേഷം സൈക്യാട്രിയിലെ ഉപരി പഠനവും യോഗ്യതയും ഒക്കെ ഉള്ള ഒരു സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണുന്നതാണ് അഭികാമ്യം, അതാണ് ശാസ്ത്രീയം. പിന്നെ ലഘു മനോരോഗങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്കണ്ഠ, വിഷാദം, സമ്മർദ്ദജന്യ രോഗങ്ങളുടെയൊക്കെ ഒരു മൈൽഡായിട്ടുള്ള ഒരവസ്ഥയിലാണെങ്കിൽ അത് സൈക്കോളജിസ്റ്റ്, പ്രത്യേകിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രൊഫഷണൽ യോഗ്യതയുള്ള വ്യക്തികളെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും അല്ലെ സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു. പക്ഷേ പലപ്പോഴും ഈ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നത് ഈ ലഘുമനോരോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് പോലും ചിലപ്പോൾ ശാരീരിക രോഗലക്ഷണങ്ങൾ, ഓർഗാനിക് കണ്ടീഷൻസ് എന്ന് പറയും, അതായത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെയോ എൻഡോക്രൈൻ ഹോർമോണൽ സിസ്റ്റത്തിൻ്റെയോ ഒക്കെ തകരാറുകൊണ്ട് വിഷാദ ലക്ഷണങ്ങളോ ഉത്കണ്ഠ ലക്ഷണങ്ങളോ ഒക്കെ കാണാം. അതുകൊണ്ട് ഏറ്റവും അഭികാമ്യമായ ഒരു മാർഗം ഒരു മെഡിക്കൽ ഇവാലുവേഷൻസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു തീരുമാനത്തിൽ എത്തുന്നതാണ്. പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സൈക്യാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു ചികിത്സയാണ് പലപ്പോഴും, ഔഷധ ചികിത്സയും സൈക്കോതെറാപ്പിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ചികിത്സയാണ് ഈ ലഘുമനോരോഗങ്ങൾക്ക് പലപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്.
ഡോക്ടർ, ഈ മരുന്ന്, കൗൺസിലിംഗ് എന്നിവയൊക്കെ ഒരു പരിഹാര മാർഗമാണോ? ഇപ്പോൾ ഈ യോഗ തുടങ്ങിയ രീതികളൊക്കെ നല്ലതാണോ ഡോക്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു, ഡയബറ്റീസിൻ്റെ നിയന്ത്രണം പോകുന്നു, കൂടെ കൂടെ മൈഗ്രെയിൻ ഉണ്ടാകുന്നു, ആസ്മ ഉണ്ടാകുന്നു, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ സമ്മർദ്ദം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുമ്പോൾ ആ സമ്മർദ്ദം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി, സ്ട്രെസ് റെസ്പോൺസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി യോഗ പോലുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. പക്ഷേ അത് വിഷാദ രോഗത്തിനോ ഉത്കണ്ഠാ രോഗത്തിനോ സൈക്കോസിസിനോ ഒന്നും യോഗ പോലുള്ള ചികിത്സകൾ തീർച്ചയായിട്ടും ഫലപ്രദമല്ല. മൈൽഡ് ഡിപ്രഷൻ അല്ലെ മൈൽഡ് ആങ്സൈറ്റിയിലൊക്കെ അതൊരു തെറാപ്പിയുടെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഔഷധ ചികിത്സ വേണ്ടി വരുന്നത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഔഷധ ചികിത്സ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു സെഡേഷൻ, ട്രാങ്കുലൈസേഷൻ കൊടുക്കുന്ന ഒരു ചികിത്സയാണെന്നുള്ളതാണ്. അത് തെറ്റായ ധാരണയാണ്. ഔഷധ ചികിത്സയുടെ അടിസ്ഥാനം മസ്തിഷ്ക രസതന്ത്രം, ആ ബ്രെയിൻ കെമിസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങളാണ് കടുത്ത ഉത്കണ്ഠയായിട്ടും കടുത്ത വിഷാദമായിട്ടും സൈക്കോസിസായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. ആ മസ്തിഷ്ക രസതന്ത്രത്തെ അതിൻ്റെ സാധാരണ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതിനായിട്ടാണ് മൂഡ് സ്റ്റെബിലൈസർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിഷാദവിരുദ്ധ ആൻറ്റി ഡിപ്രസൻറ്റ് അല്ലെ ആൻറ്റി സൈക്കോട്ടിക് ഔഷധങ്ങൾ, വളരെയധികം ഗവേഷണങ്ങളും അതിൻ്റെ ഫലസിദ്ധിയെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ യോഗ്യതയുള്ള ഡോക്ടർമാർ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അത് ഔഷധ ചികിത്സ ശരിയായ രീതിയിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ മേൽനോട്ടത്തിലാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് രോഗശമനത്തിനും റിക്കവറിക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പി, ഡിപ്രഷനും വിഷാദവും ഒക്കെയാണ് സൈക്കോതെറാപ്പി, സൈക്കോസിസ്, സ്കിസോഫ്രനിയ പോലുള്ള രോഗങ്ങളാണെങ്കിൽ റിഹാബിലിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള സങ്കേതങ്ങളും നമ്മളതിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള റിക്കവറി വരുന്നത്. അതുകൊണ്ട് കൗൺസിലിംഗ് ആണോ നല്ലത്, മെഡിസിൻ ആണോ നല്ലതെന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഔഷധങ്ങൾ വേണ്ട രോഗങ്ങളിൽ തീർച്ചയായിട്ടും ഔഷധ ചികിത്സയ്ക്ക് അതിൻ്റേതായ പ്രധാന സ്ഥാനമുണ്ട്. സൈക്കോതെറാപ്പി വേണ്ട കേസുകളിലൊക്കെ ഈ ഔഷധ ചികിത്സയും സൈക്കോതെറാപ്പിയും ഇവിടെ ചേർന്ന് പോകേണ്ട കേസുകളിൽ അങ്ങനെ ആ രീതിയിൽ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകൾക്കനുസരിച്ചിട്ടാണ്, ആ രോഗാവസ്ഥയുടെ അല്ല അസ്വസ്ഥതകളുടെ പ്രത്യേകതകൾക്കനുസരിച്ചാണ് നമ്മൾ ചികിത്സാക്രമങ്ങൾ ശാസ്ത്രീയമായി നിർണ്ണയിക്കേണ്ടതും ചെയ്യേണ്ടതും. ഡോക്ടർ, പിന്നെ ഈ മാനസികാരോഗ്യങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ? ഇപ്പോൾ ഈ മരുന്നിന് അഡിക്ഷൻ ആയി പോകേണ്ട സാഹചര്യം അല്ലെങ്കിൽ സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ഔഷധങ്ങൾക്ക് പാർശ്വഫലങ്ങളുണ്ട്. പക്ഷേ മോഡേൺ മെഡിസിൻ്റെ ഒരു രീതി അനുസരിച്ച് പാർശ്വഫലങ്ങൾ ഒരു തട്ടിലും ഗുണഫലങ്ങൾ മറുതട്ടിലും വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഗുണഫലങ്ങൾ, ഫലസിദ്ധി, അനുകൂലമായ ഫലങ്ങൾ ധാരാളം. ഇഫ് ഇറ്റ് ക്ലിയർലി ഔട്ട്വേസ്, വളരെ വ്യക്തമായിട്ടും ചെറിയ പാർശ്വഫലങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണെങ്കിൽ മാത്രമേ ഒരു മെഡിസിൻ അതിൻ്റെ ലബോറട്ടറിയിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്തുകയുള്ളൂ. എന്ന് മാത്രമല്ല, പിന്നീട് അത് തുടർച്ചയായിട്ടുള്ള സർവൈലൻസാണ്. അപ്പോൾ ഈ പാർശ്വഫലങ്ങൾ പലപ്പോഴും താരതമ്യേന നിസ്സാരമായ പാർശ്വഫലങ്ങളായിരിക്കും ഉണ്ടാകുക. പലപ്പോഴും ഡോക്ടറുടെ മേൽനോട്ടം ഇല്ലാതെ, ഡോക്ടർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കൂടുതൽ അളവിലും അല്ല കൂടുതൽ കാലഘട്ടത്തിലേക്കുമൊക്കെ ഡോക്ടറുടെ ചികിത്സയില്ലാതെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. 2-3 വർഷം മുമ്പ് എഴുതിയ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ വന്ന് വീണ്ടും വീണ്ടും മെഡിസിൻ വാങ്ങുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന തെറ്റായ രീതിയിലുള്ളൊരു മിസ്യൂസ് വരുമ്പോഴാണ് പലപ്പോഴും പാർശ്വഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ശരിയായ നിയന്ത്രണത്തിൽ പോവുകയാണെങ്കിൽ അങ്ങനെ വരില്ല. പിന്നെ അഡിക്ഷൻ, അത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാക്കത്തില്ല. അല്ലാതെ ഇപ്പം ബെൻസോഡൈസെപ്പീൻ ഗ്രൂപ്പിലൊക്കെ ഉള്ള ചില മെഡിസിനുകൾ സ്വന്തം നിലയിലൊക്കെ വാങ്ങിച്ച് കൂടുതൽ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ചില ഗ്രൂപ്പുകൾക്ക്, കൂടുതലും ബെൻസോഡൈസെപ്പീൻ ഗുളികൾക്ക് ഈ അഡിക്ഷൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഡോക്ടറുടെ മേൽനോട്ടം ഇല്ലാതെ ചെയ്താൽ. അല്ലാതെ വിഷാദ മരുന്നുകൾക്കോ മൂഡ് സ്റ്റെബിലൈസർ മരുന്നുകൾക്കോ ഒന്നും, ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകൾക്കോ ഒന്നും അഡിക്ഷൻ സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വസ്തുത. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ നല്ല ജീവിതത്തിന് എങ്ങനെ നല്ല മാനസികാരോഗ്യം ഉറപ്പിക്കാം? ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. രോഗം വന്നിട്ട് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതല്ല, പ്രൈമറി പ്രിവെൻഷൻ അല്ലെ വെൽനെസ് എന്ന് പറഞ്ഞുള്ള ഒരു സങ്കല്പം. മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ ഒരു പഠനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ കോൺഫറൻസിലെ ഒരു പ്രധാന ചിന്താവിഷയം തന്നെ അതായിരുന്നു. അതിലേറ്റവും പ്രധാനം ചില ജീവിതശൈലി മാറ്റങ്ങളാണ്. വളരെ നിസ്സാരമായ, വളരെ ലളിതമായ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് മാനസികാരോഗ്യത്തിലെ നില മെച്ചപ്പെടാം. അതിലൊന്ന്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ സിമ്പിളാണ്, നിദ്രാശുചിത്വം. നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ, നമ്മൾ ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒക്കെ പ്രകൃതിയുടേതായ ഒരു താളമുണ്ട്. 24 മണിക്കൂറിൻ്റെ ഒരു ക്ലോക്കുണ്ട്, ഒരു ബയോളജിക്കൽ ക്ലോക്ക്. ആ ക്ലോക്ക് തെറ്റിയാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും ഇപ്പോൾ ജീവിക്കുന്നത്, മാറിയ ജീവിത കാലഘട്ടം കൊണ്ട്. ഒരു 6 മുതൽ 8 മണിക്കൂർ സമയം രാത്രിയിൽ സൂര്യാസ്തമയത്തിന് ശേഷം 8, 9, 10 മണിയാകുമ്പം കിടന്നുറങ്ങി രാവിലെ 5 മണി 6 മണിയാകുമ്പോൾ എണീക്കുന്ന ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ്, ഒരു 6-8 മണിക്കൂർ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കവും പകൽ സമയം ഉറങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ലീപ്പ് സൈക്കിൾ, സ്ലീപ്പ് ഹൈജീൻ ശരിയായി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ ഒരു കാര്യം. പയ്യന്നൂരിൽ നിന്നും രാജേഷാണ്. രാജേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, നമ്മൾ ഈ മരുന്ന് കഴിക്കാതെ നമ്മളത് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് പിന്നെ വല്ല പ്രശ്നവും ഭാവിയിൽ സംഭവിക്കുമോ? രാകേഷ്, ഞാൻ അതിനുള്ളൊരു സൂചിപ്പിച്ചിരുന്നു. അതായത് നമുക്ക് ലഘുവായിട്ടുള്ള സമ്മർദ്ദ പ്രശ്നങ്ങളൊക്കെയാണ്, ലഘുവായിട്ടുള്ള ഉത്കണ്ഠ തകരാറുകളാണ്, ലഘുവായിട്ടുള്ള വിഷാദമാണെന്നുണ്ടെങ്കിൽ ഔഷധങ്ങളുടെ ആവശ്യമില്ല. അവിടെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും സൈക്കോതെറാപ്പിയും അല്ലെ ചില സന്ദർഭങ്ങളിൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ഒക്കെ മതിയാവും ലഘുവായ പ്രശ്നമാണെങ്കിൽ. പക്ഷേ ഗൗരവമുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഔഷധ ചികിത്സയുടെ സ്ഥാനത്ത് ഔഷധങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പ്രേക്ഷകന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നല്ല മാനസികാരോഗ്യം എങ്ങനെ ഉറപ്പാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർക്ക് തുടരാം. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞത് നിദ്രാശുചിത്വം, രണ്ട് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് ഡിസൈൻ ടു മൂവ്, ചലനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യൻ്റെ ഹോമോസാപ്പിയൻ ബോഡി എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിന്ന് പലപ്പോഴും വളരെ മിതമായ രീതിയിൽ, വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മുടെ ശരീരം ചലിക്കുന്നുള്ളൂ. നമ്മുടെ പേശികൾ മൂവ് ചെയ്യണം, നമ്മുടെ ശരീരം ചലിക്കണം. അതായത് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു 8,000, 10,000, 12,000 സ്റ്റെപ്പുകൾ, അതൊന്നും കൃത്യം എണ്ണണമെന്നല്ല, പക്ഷേ ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ. അപ്പോൾ അതിനുള്ളൊരു വ്യായാമം നമ്മൾ ഉറപ്പാക്കണം. ഒരു 3/4 മണിക്കൂർ സമയമെങ്കിലും രാവിലെ നടക്കുകയോ മറ്റെന്തെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടും. മൂന്നാമത്തത് സൺലൈറ്റ് എക്സ്പോഷർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂര്യപ്രകാശത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ സിരകളെയും നമ്മുടെ തലച്ചോറിനെയും ഒക്കെ ഉത്തേജിപ്പിക്കും. നാലാമത് നമ്മൾ കണക്ഷൻസാണ്. ആ കണക്ഷൻ പ്രധാനമായിട്ടും വേണ്ട പ്രകൃതിയോടുള്ള ഒരു കണക്ഷൻ, പ്രകൃതിയോടുള്ള ബന്ധം, സൂര്യപ്രകാശത്തിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നമ്മൾ കണക്ട് ടു നേച്ചർ ആൻഡ് കണക്ട് ടു പീപ്പിൾ. നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരോട് നമ്മൾ ആരോഗ്യകരമായിട്ട് ഇടപെടുക. നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങളും നമ്മുടെ വെർച്വൽ വേൾഡിലേക്കും നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ആ കണക്ഷൻ നഷ്ടപ്പെടുന്നു. സോ കണക്ട് ടു പീപ്പിൾ, കണക്ട് ടു നേച്ചർ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, ആ ഒരു തത്വം നമ്മൾ പ്രായോഗികമാക്കാവുന്നുണ്ട്. നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം സഹായിക്കും. പിന്നൊന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബാഹ്യമായ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന വ്യക്തിക്ക് സമ്മർദ്ദം ഉണ്ടായത്, ഇന്ന വ്യക്തിക്ക് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായതെന്നൊക്കെ പറയും. ബാഹ്യമായ കാര്യങ്ങളെ പലപ്പോഴും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, യുക്തിസഹജമായിട്ടുള്ള ഒരു ചിന്തകൾ, ജീവിത നൈപുണ്യങ്ങൾ എന്ന് പറയും. ക്രിയേറ്റീവായിട്ടും ക്രിട്ടിക്കലായിട്ടും യുക്തിപൂർവ്വം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ളൊരു ചിന്താശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. ഈ വിദ്യാഭ്യാസം, നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ തന്നെ പലപ്പോഴും ഇല്ലോജിക്കലായിട്ടാണ്, യുക്തിയില്ലാതെയാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നതും. ഒരു ഇമോഷണൽ ഹൈജാക്കിംഗ് ആണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ യുക്തിയെയും വികാരങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഒരു പ്രോപ്പർ തിങ്കിങ് ആയിട്ടിന് വേണ്ടിയുള്ള ശരിയായ രീതിയിൽ ചിന്തിക്കാനായിട്ടുള്ളൊരു പരിശീലനം, റിലാക്സേഷൻസ്, നേരത്തെ പറഞ്ഞ യോഗ ഉൾപ്പെടെയുള്ള റിലാക്സേഷൻ മാർഗ്ഗങ്ങൾ. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ നമ്മൾ ഒരു ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഫിസിക്സിലെ തത്വം പോലെ നമ്മൾ ക്രമമായിട്ട് നമ്മളുടെ റിലാക്സേഷൻ ടെക്നിക്കുകൾ, അത് നമ്മുടെ ശരീരത്തിലെ ഇരിപ്പിലും നടപ്പിലും ഒക്കെ ആ റിലാക്സേഷൻ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു തത്വം. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ ആ നിമിഷം അതിനെ അനുഭവിച്ച്, ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, കുളിക്കുകയാണെങ്കിൽ, വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ നിമിഷത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുക, ശരിയായ ചിന്താശൈലികൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, പ്രകൃതിയോട് കണക്ട് ചെയ്യുക, നിദ്രാശുചിത്വം പാലിക്കുക, ശരീരത്തിന് ആവശ്യത്തിലുള്ള വ്യായാമം കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നല്ല ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ ഒറ്റപ്പെട്ടു പോകാതെ, ഡിസ്കണക്റ്റഡ് ആവാതെ കണക്റ്റഡ് ആവുക. ഇതൊക്കെയാണ് വളരെ ചുരുങ്ങിയ ഒരു സമയത്തിൽ നമ്മൾ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്തിനുള്ള ടിപ്സ്. വ്യക്തമാണ് ഡോക്ടർ. മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. മാനസികാരോഗ്യം തകരാറിലായാൽ ചെയ്യേണ്ടത് എന്തെല്ലാം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ചത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസാണ്. ഇന്നത്തെ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.